എഴുതുവാനോ വായിക്കുവാനോ അറിയാത്ത അതിഥി രാഹുൽ നേടിയെടുത്തത് 7 ബുക്ക് ഓഫ് റെക്കോർഡ്സുകൾ. കൊട്ടാരക്കര പവിത്രേശ്വരം സ്വദേശിനിയായ 2.5 വയസ്സുകാരിയാണ് ഈ അപൂർവ നേട്ടം കുറിച്ചത്. ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ് മുതൽ ജാക്കി ബുക്ക് ഓഫ് റെക്കോർഡ്സ് വരെ ഈ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഈ കൊച്ചുമിടുക്കി നേടിയെടുത്തിട്ടുണ്ട്. Name? Sadidi. Which is your country? India. What is the spelling of India? India. I-N-D-I-A. Okay. What is the capital city of India? New Delhi. What is the Indian national flag called? What? What are the colors of Indian national flag? Colors. Orange. White. Green. How many states are there in India? 28. അതിഥി ആള് ഭയങ്കര ഹൈപ്പർ ആക്റ്റീവ് ആണ്. ഒരു സെക്കൻഡ് പോലും അടങ്ങിയിരിക്കില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും ചാടി നിൽക്കും. എനിക്ക് അവളെ മാനേജ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പോ അങ്ങനെയാണ് ഇവൾക്ക് ബുക്സിനോട് ഒരു ഇൻട്രസ്റ്റ് എനിക്ക് തോന്നി. അപ്പം ഏത് ഷോപ്പിൽ പോയാലും ഇയാൾ ടോയ്സിനേക്കാൾ കൂടുതൽ ആവശ്യപ്പെടുന്ന ബുക്സ് ആണ്. അപ്പൊ അങ്ങനെയാണ് ഞാൻ ബുക്സ് ഇയാൾക്ക് വാങ്ങിച്ചു കൊടുത്ത് ആക്ടിവിറ്റീസും ബ്രെയിൻ ആക്ടിവിറ്റീസും അങ്ങനത്തെ ബുക്സ് ഒക്കെ വാങ്ങി കൊടുത്തു. അപ്പൊ അതിൽ ഇയാളൊരു ഇൻട്രസ്റ്റ് കാണിക്കുന്നതായിട്ട് എനിക്ക് തോന്നി. നാഷണൽ വെജിറ്റബിൾ pumpkin. നാഷണൽ റിവർ നാഷണൽ ഗെയിം നാഷണൽ റെപ്റ്റൈൽ നാഷണൽ ആനിമൽ നാഷണൽ ഹെറിറ്റേജ് ആനിമൽ. അപ്പൊ അങ്ങനെ ഞാൻ ഫസ്റ്റ് അപ്ലൈ ചെയ്തത് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിനായിരുന്നു. അപ്പം അങ്ങനെ അതിൽ നിന്ന് ഇപ്പൊ ഒരു ഓൾമോസ്റ്റ് ഒരു 7 റെക്കോർഡ്സോളം കിട്ടി. ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ്, ഇന്റർനാഷണൽ ബുക്ക് ഓഫ് റെക്കോർഡ്സ്, അങ്ങനെ കുറെ റെക്കോർഡ്സ് ഒക്കെ കിട്ടി. അപ്പം ആകെപ്പാടെ അടങ്ങിയിരിക്കുന്നത് എത്ര കുരുത്തക്കേട് കാണിക്കുന്ന സമയത്തും ആ മോളെ പഠിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആള് ഓടി വരും. അപ്പൊ ആകെ അടങ്ങിയിരിക്കുന്നത് ഇത് മാത്രം. അപ്പൊ ഈ GK ബുക്ക് പോലും ഒരു 3+ ഇയേഴ്സിന്റെ. അപ്പൊ ഞാൻ വെറുതെ ഒന്ന് വാങ്ങിയതാണ്. പക്ഷെ പറഞ്ഞു കൊടുത്തപ്പം അവൾക്കൊരു താല്പര്യം പോലെ തോന്നി. അപ്പൊ അങ്ങനെ ഇരുന്ന് അങ്ങനെയാണ് ഇപ്പൊ ഓൾമോസ്റ്റ് 40 above ക്വസ്റ്റ്യൻസ് അവൾക്ക് ആൻസർ ചെയ്യാൻ പറ്റി. എനിക്ക് അത് വലിയ എഫോർട്ട് എടുക്കേണ്ടി വന്നിട്ടില്ല ഒക്കെ പറഞ്ഞു കൊടുക്കാനായിട്ട്. റിപ്പീറ്റഡ് ആയിട്ട് ഒരു 3-4 പ്രാവശ്യം ഇങ്ങനെ പറയുമ്പോൾ തന്നെ ആൾ പെട്ടെന്ന് ഗ്രാസ്പ് ചെയ്യുന്നുണ്ട്. നാഷണൽ ഹെറിറ്റേജ് ആനിമൽ എലിഫന്റ്. നാഷണൽ ആന്തം. Who wrote national anthem of India? Rabindranath Tagore. National song of India? Vande Mataram. India's national motto? Satyameva Jayate. How do Indian people greet each other? Namaste. 5 holy animals of India? Cow, monkey, snake, elephant, tiger. അങ്ങനെ ആ ഒരു ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ട് ഏകദേശം ഈ ഒരു പ്രായം കൊണ്ട് ഇപ്പോൾ ഓൾമോസ്റ്റ് 7 അവാർഡ്സ് കവർ ചെയ്തിട്ടുണ്ട്. പിന്നെ എന്റെ അടുത്ത ലക്ഷ്യം ഗിന്നസ് റെക്കോർഡാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ ട്രൈ ചെയ്യുന്നുണ്ട് മാക്സിമം. അപ്പൊ അവൾക്ക് പറ്റുന്ന കാറ്റഗറി ആകെ ഒരു ആൽഫബറ്റ്സ് അറേഞ്ച് ചെയ്യുന്നതാണ്. അപ്പൊ അവൾ അറേഞ്ച് ചെയ്യും, പക്ഷെ കുറച്ച് സമയത്തിന്റെ ഒരു ഇതുണ്ട്. അപ്പൊ ഞാനത് ഡെയിലി പ്രാക്ടീസ് ചെയ്യിപ്പിക്കുന്നുണ്ട്. ഇതാണ് ആദ്യം അപ്ലൈ ചെയ്ത ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ്. ഇത് ജാക്കി ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡ്സ്. പിന്നെ ഇത് ഒരു സ്പെഷ്യൽ അവാർഡാണ്, ബാൽ ഭാരത് ഭൂഷൺ സർട്ടിഫിക്കറ്റ് ആണ്. പിന്നെ ഇത് മാജിക് ബുക്ക് ഓഫ് റെക്കോർഡ്സ്. പിന്നെ ഇത് അബ്ദുൽ കലാമിന്റെ വേൾഡ് റെക്കോർഡ്സ്. ഇത് മാജിക് ബുക്ക് ഓഫ് റെക്കോർഡ്സിന്റെ തന്നെ ട്രോഫിയാണ്. ഇത് അബ്ദുൽ കലാമിന്റെ ട്രോഫി. പിന്നെ ഇത് മറ്റേ ബാൽ ഭാരത് ഭൂഷന്റെ വേറൊരു ട്രോഫിയാണ്. ഇത് ജാക്കി ബുക്ക് ഓഫ് റെക്കോർഡ്സ്. ഇത് സൂപ്പർ ടാലന്റഡ് കിഡ് ഇന്റർനാഷണൽ ബുക്ക് ഓഫ് റെക്കോർഡ്സ്. പിന്നെ ഇത് നാഷണൽ ബുക്ക് ഓഫ് റെക്കോർഡ്സിന്റെ. മോളൊരു ഓൾമോസ്റ്റ് ഒരു 25 to 30 കാറ്റഗറീസ് ഐഡന്റിഫൈ ചെയ്യുന്നുണ്ട്. ഡിഫറെന്റ് ആനിമൽസ്, ബേർഡ്സ്, വെഹിക്കിൾസ്, അങ്ങനെ ഒരുപാട് കാറ്റഗറീസ് അവൾ ഐഡന്റിഫൈ ചെയ്യുന്നുണ്ട്. അപ്പം ആദ്യം ഞാനിത് അപ്ലൈ ചെയ്ത സമയത്ത് അവള് സംസാരിക്കാറായിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ ജസ്റ്റ് ടച്ച് ചെയ്ത് കാണിക്കത്തേ ഉള്ളായിരുന്നുള്ളൂ. പക്ഷെ ഇപ്പം ചോദിക്കുമ്പോൾ എല്ലാം അവള് പറയുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ GK ഓൾമോസ്റ്റ് 40 ക്വസ്റ്റ്യൻസ് ഇത്ര ടൈമിനുള്ളിൽ അവള് പറയുന്നുണ്ട്. അപ്പം ഐഡന്റിഫിക്കേഷനും GKക്കും വേണ്ടിയിട്ടാണ് ഞാനത് അപ്ലൈ ചെയ്തത്. ലാർജസ്റ്റ് റിവർ ഐലൻഡ് ഇൻ ദ വേൾഡ്? Who's this? Aryabhatta. Rakesh Sharma. Longest river of India? Indus. Largest lake of India? Vembanad Lake. ഫാമിലി ഫുള്ള് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അവൾ അച്ഛൻ UK-ലാണ്, അച്ഛൻ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഫാമിലി എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എനിക്ക് പഠിക്കാനായിട്ട്, അവളെ പഠിപ്പിക്കാനായിട്ട് എനിക്കൊരു അറ്റ്മോസ്ഫിയർ ഷോലി എന്റെ ഫാമിലിയാണ് തരുന്നത്. അപ്പം
അവർ അത്രയും സപ്പോർട്ട് തരുന്നതുകൊണ്ടാണ് എനിക്ക് ഇതൊക്കെ പറ്റുന്നത്. പിന്നെ മോള് നല്ല സപ്പോർട്ടാണ്, കാരണം ഞാൻ പറഞ്ഞു കൊടുത്തതുകൊണ്ട് മാത്രമല്ല, അവളത് പഠിക്കാനും അടങ്ങിയിരിക്കാനും ഉള്ളൊരു മനസ്സ് അവള് കാണിക്കുന്നത് കൊണ്ടും കൂടിയാണ് പറ്റുന്നത്.